നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രംരാജ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇനിയും അറുതിയായിട്ടില്ല. ഖത്തർ സമർപ്പിച്ച ബന്ദി കൈമാറ്റ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി ഇസ്രായേൽ അറിയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. യുദ്ധം നിർത്താതെ ഇതേക്കുറിച്ച് ചർച്ച വേണ്ടെന്ന നിലപാടിലാണ് ഹമാസ്. ഇതോടെ അടുത്തെങ്ങും സമാധാനം മേഖലയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുമായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചർച്ച നടത്തിയിട്ടുണ്ട്. ആക്രമണം ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കിയും ശക്തമാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ. ലെബനിലേക്കാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നത്. ഇന്നലെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 200ഓളം പേർ കൊല്ലപ്പെട്ടു. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൽ വൻ പ്രതിഷേധമുണ്ടായി. ഇസ്രായേലിനെ വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പുമായി വീണ്ടും ഇറാൻ രംഗത്തെത്തി. ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ച നടക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തർ സമർപ്പിച്ച നിർദ്ദേശം രാത്രി ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം നേരത്തെയുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ഹമാസ് നേതാക്കൾ പ്രതികരിച്ചു. ആക്രമണം പൂർണ്ണമായും നിർത്താതെ ബന്ദി കൈമാറ്റം ഉണ്ടാകില്ലെന്ന് അൽ-ഖസ്സാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു. മധ്യസ്ഥ രാജ്യമെന്ന നിലയ്ക്ക് ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട് ഖത്തർ നിർണായക റോളാണ് നിർവഹിക്കുന്നതെന്ന് US പ്രത്യേക ദൂതൻ റോജർ കാറന്റസ് അറിയിച്ചു. ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രതിഷേധം വ്യാപകമായതോടെ ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ സമ്മർദ്ദത്തിലായി. 3 ബന്ദികളെ വെടിവെച്ചു കൊല്ലാനിടയായത് ഗുരുതര വീഴ്ചയാണെന്ന് സമ്മതിക്കുന്ന ഇസ്രായേൽ സൈനിക റിപ്പോർട്ടും പുറത്തുവന്നു. കടുത്ത മാനസിക സമ്മർദ്ദമാണ് വെടിവെപ്പിന് പിന്നിലെന്ന സൈനിക വാദം പക്ഷേ ജനങ്ങൾ തള്ളുകയാണ്. ഇസ്രായേലിന്റെ 3 ഹെലികോപ്റ്ററുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി അൽ-ഖസ്സാം ബ്രിഗേഡ് അറിയിച്ചു. 3 സൈനികർ ഇന്നലെ കൊല്ലപ്പെട്ടതായും 49 പേർക്ക് പരിക്കേറ്റതായും സൈന്യം സ്ഥിരീകരിച്ചു. ഹമാസിൽ നിന്ന് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയരാത്ത സാഹചര്യം ഉണ്ടാകണമെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേലിനെ അറിയിച്ചതായി പെന്റഗൺ വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുവാൻ 3 ഘട്ട കർമ്മ പദ്ധതി മുന്നോട്ട് വെച്ചതായി ഈജിപ്ത് അറിയിച്ചിട്ടുണ്ട്. ഇരുകൂട്ടരുടെയും പരിഗണനയ്ക്കായി പദ്ധതി സമർപ്പിച്ചതായി മറുപടി കാക്കുകയാണെന്നും ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് മേധാവി ദിയ റഷ്മാൻ അറിയിച്ചതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഗസയിലെ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം ഉൾപ്പെടെ വിവിധ ഘട്ട വെടിനിർത്തലാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ചർച്ചകൾക്ക് ശേഷം മാത്രമേ പുറത്തുവിടുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗസയിൽ ഇസ്രായേൽ സേന കനത്ത ആക്രമണം തുടരുകയാണ്. വടക്കൻ മധ്യ തെക്കൻ ഗസകളിൽ ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. മഗസി ഉൾപ്പെടെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ അതിക്രമം തുടരുകയാണ്. ഗസയിൽ മരണം 21,320. പരിക്കേറ്റവരുടെ എണ്ണം 55,603 ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ വടക്കൻ ഗസയിൽ ആയിരങ്ങൾ നരകിക്കുകയാണ്. വ്യാഴാഴ്ച 2 ഓഫീസർമാരും സൈനികരും കൊല്ലപ്പെട്ടതോടെ ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചത് മുതൽ മരിച്ച ഇസ്രായേൽ സൈനികരുടെ എണ്ണം 501. കരയുദ്ധം ആരംഭിച്ചത് മുതൽ 173 സൈനികരാണ് കൊല്ലപ്പെട്ടത്. 3000 സൈനികർക്ക് പരിക്കുണ്ട്. ഇസ്രായേൽ അധീനതയിലുള്ള ഗോലാൻ കുന്നിൽ ഡ്രോൺ തകർന്നു വീണു. അതിനിടെ യുദ്ധം ലെബനിലേക്കും വ്യാപിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലായി പറഞ്ഞു. ലെബനിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണിത്. അതേസമയം ഗാസയിൽ ഹമാസ് തടവിലാക്കിയവരെ ഇസ്രായേൽ സൈന്യം വധിച്ചതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. രക്ഷിക്കണമെന്ന് ഹിബ്രു ഭാഷയിൽ അലറിക്കരഞ്ഞിട്ടും കേൾക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറായില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കബളിപ്പിക്കാനായി ഹമാസ് നടത്തുന്ന തന്ത്രമാണിതെന്ന് കരുതിയെന്ന് മിലിറ്ററി വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഡിസംബർ 10 ഹമാസ് നിയന്ത്രണത്തിലുള്ള കെട്ടിടത്തിന് സമീപം ഇസ്രായേൽ സൈന്യം കടന്നു കയറിയത്. 3 തടവുകാരാണ് ഗസ സിറ്റിയിലെ ഷജയ്യ ജില്ലയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കെട്ടിടത്തിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച 5 ഹമാസ്കാരെ സൈന്യം വെടിവെച്ചു കൊന്നിരുന്നു. കെട്ടിടത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ടെന്നും സൈനികരെ തന്ത്രത്തിൽ കെട്ടിടത്തിൽ കയറ്റുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് കരുതിയത്. ഡിസംബർ 15 തടവുകാരെ വധിച്ചത്. സഹായം അഭ്യർത്ഥിച്ചവരോട് സൈനികരുടെ അടുത്തേക്ക് വരാൻ കമാൻഡർ ആവശ്യപ്പെട്ടു. എന്നാൽ സമീപത്ത് ടാങ്ക് വെടിയുതിർക്കുന്ന ശബ്ദം മൂലം കമാൻഡർ നൽകിയ നിർദ്ദേശം 2 സൈനികർ കേട്ടില്ല. ഇവർ തടവുകാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 3ാമത്തെ തടവുകാരൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. യോദം ഹൈം, അലോൺ ഷംറീസ്, സ്മെർ എൽ തലാൽഖ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരിൽ ഒരാൾ കയ്യിൽ വെളുത്ത കൊടി പിടിച്ചിരുന്നു. അതേസമയം ഗാസയിൽ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സേന. വ്യാഴാഴ്ച പട്ടണങ്ങളിലും അഭയാർത്ഥി ക്യാമ്പിലും ശക്തമായ ബോംബ് വർഷമാണ് ഇസ്രായേൽ നടത്തിയത്. റഫ മേഖലയിൽ മാത്രം 20ലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദക്ഷിണ ഗാസയിലെ റഫായിലെ കുവൈത്തി ആശുപത്രിക്ക് സമീപം നടന്ന ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. മേഖലയിൽ ഇരുവിഭാഗവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. കര വ്യോമ മാർഗങ്ങൾ വഴി ഇസ്രായേൽ കനത്ത ആക്രമണമാണ് ജനവാസ മേഖലയ്ക്കടക്കം നടത്തുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 2000 പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. ഗസയിലെ 80% പേരും പലായനം ചെയ്തു കഴിഞ്ഞതായി UN അറിയിച്ചു. റഫ നഗരത്തിലെ താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇതിലധികം പേരും തങ്ങുന്നത്.
ഈ ക്യാമ്പുകൾക്ക് നേരെയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ റഫ അതിർത്തിക്ക് സമീപം 1 ലക്ഷത്തിനടുപ്പിച്ച് ഗാസ നിവാസികളാണ് എത്തിയിരിക്കുന്നത്. സെൻട്രൽ ഗാസയിലെ അൽ-മഗാസി അഭയാർത്ഥി ക്യാമ്പിന് നേരെ തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 70 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലൊന്നായിരുന്നു ഇത്. ജനവാസ കേന്ദ്രങ്ങളിലാണ് ഹമാസ് ആക്രമികൾ നിലയുറപ്പിച്ചിരിക്കുന്നതെന്നും ജനങ്ങൾക്ക് അപകടമുണ്ടാക്കാത്ത വിധത്തിലുള്ള നടപടികളാണ് തങ്ങൾ സ്വീകരിക്കുന്നുവെന്നുമാണ് ഇസ്രായേൽ അവകാശവാദം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇതിനകം 20,000 ഫലസ്തീനികളുടെ കൊലപാതകത്തിന് ഇരയാക്കുകയും 2.3 ദശലക്ഷം ജനസംഖ്യയുടെ 85% ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. വടക്കൻ ഗാസയുടെ ഭൂരിഭാഗവും യുദ്ധത്തിൽ തകർന്നു. ആഴ്ചകളോളം മേഖലയിൽ ജനവാസം ഇല്ലാതാക്കുകയും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുന്നതിനാൽ തെക്കൻ മേഖലയിലും സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് പലരും ഭയപ്പെടുന്നത്. ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്ന ഹമാസിനെ പൂർണ്ണമായി തകർക്കുമെന്നും ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ പിടികൂടിയ ബന്ദികളെ തിരികെ എത്തിക്കുമെന്നുമാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങളെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പൂർണ്ണമായും തള്ളിക്കളയുകയും ഇത് ഹമാസിന്റെ വിജയത്തിന് തുല്യമാണെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.